നമ്മളപ്പോൾ ഈ ഒരു ക്വസ്റ്റനിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് എ പ്രോഗ്രാം ടു കാൽക്കുലേറ്റ് ദ സം ഓഫ് ഓഡ് നമ്പേഴ്സ് എൻറ്റേർഡ് ബൈ ദ യൂസർ. അതായത് നമുക്ക് ഒരു യൂസർ എൻ്റർ ചെയ്യുന്ന, ഇപ്പോൾ യൂസർക്ക് പല നമ്പർ എൻ്റർ ചെയ്യാമല്ലോ, ഓഡ് നമ്പേഴ്സ് ഈവൺ നമ്പേഴ്സ് ഒക്കെ എൻ്റർ ചെയ്യാം. അതൊക്കെ എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് ആ എൻ്റർ ചെയ്ത കുറേ നമ്പേഴ്സ് ഉണ്ടാവില്ല, അതിൽ നിന്ന് ഓഡ് നമ്പേഴ്സ് മാത്രം എടുത്തിട്ട് സം ചെയ്യുക. അതാണ് ഇതിൻ്റെ മെയിൻ കാര്യം. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ആലോചിക്കേണ്ടത് എങ്ങനെ നമുക്ക് ഓഡ് നമ്പേഴ്സ് കണ്ടുപിടിക്കാം. പിന്നെ രണ്ടാമത്തെ കാര്യം എങ്ങനെ നമുക്ക് യൂസറിൻ്റെ നിന്ന് ഇൻപുട്ട് വാങ്ങാം. ഈ രണ്ട് കാര്യങ്ങൾ ആലോചിക്കുക. ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താ, ശരിക്കും ഈവൺ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 2 കൊണ്ട് ഏത് നമ്പർ ഡിവിസിബിൾ ആയാലും, അതായത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് റിമൈൻഡർ 0 വരുന്ന ഏത് നമ്പർ ആയിക്കഴിഞ്ഞാലും അതിനെ നമ്മൾ ഈവൺ നമ്പർ എന്ന് പറയും. അപ്പം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എടുക്കുക. അതായത് റിമൈൻഡർ 0 വരാത്ത, 2നോട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 വരാത്ത എല്ലാ നമ്പറും അപ്പോൾ ഓഡ് നമ്പർ ആവുമല്ലോ. അപ്പോൾ നമുക്ക് ഓഡ് നമ്പറിൻ്റെ കൺസെപ്റ്റ് കിട്ടി. ഇനി നമുക്ക് കിട്ടാനുള്ള എന്താ, യൂസറിൻ്റെ എങ്ങനെ ഇൻപുട്ട് വാങ്ങാം. നമ്മളിപ്പോൾ യൂസറിൻ്റെ നിന്ന് കുറേ ഇൻപുട്ട് വാങ്ങുന്ന സമയത്ത് നമുക്കത് അറേ രൂപത്തിലാണ് വാങ്ങേണ്ടത്. അപ്പോൾ നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ ആദ്യം ഒരു സ്ട്രിങ് രൂപത്തിൽ വാങ്ങാൻ പോവാം. അതായത് ഇപ്പോൾ ഹലോ വേൾഡ് എന്ന് പറയുമ്പോൾ ഒറ്റയടിക്ക് ഇങ്ങനെ ഒരു യൂസർ അടിച്ചു പോവല്ല ചെയ്യാം. ഹലോ സ്പേസ് വേൾഡ് എന്ന് പറഞ്ഞിട്ട് അടിക്കുകയല്ല ചെയ്യുക. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഇൻപുട്ടിൻ്റെ അപ്പുറത്ത് ഒരു ഇൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് ഇൻറ്റിജർ ആയിട്ടാണ് വാങ്ങേണ്ടത്. പക്ഷേ ഞാനിപ്പോൾ പറയണത് എന്താ, നമുക്ക് കോഡിൻ്റെ സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട്, അതായത് ഒന്നുകൂടി എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ യൂസറിൻ്റെ ഇൻപുട്ട് അത് സ്ട്രിങ് ആയിട്ട് വാങ്ങി. അപ്പോൾ നമുക്ക് എങ്ങനെ നമുക്ക് കൊടുക്കാം, ഇങ്ങനെ കൊടുക്കാം. അതായത് ഓരോ സ്പേസ് ഇട്ടിട്ട് ഓരോ മറ്റേ നമ്പർ കഴിയുമ്പോൾ അതിൻ്റെ അവിടെ ഒരു സ്പേസ് ഇടുക, എന്നിട്ട് ഇങ്ങനെ കൊടുക്കാം. അപ്പോൾ ഇത് ഇനിയിപ്പോൾ എങ്ങനെയാണ് വരിക എന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ ഇൻപുട്ട് കൊടുക്കാൻ പറഞ്ഞു. ഈ ഇൻപുട്ട് കൊടുത്തപ്പോൾ എയിൽ എങ്ങനെ സ്റ്റോർ ചെയ്തതെന്ന് കാണിച്ചു തരാം. ഇവിടെ കണ്ട എയിൽ സ്റ്റോർ ചെയ്ത് കണ്ട 2 ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ ഈ സ്ട്രിങ് സ്റ്റോർ ചെയ്യണ പോലെ തന്നെ. അപ്പം ഇതിൻ്റെ പ്രശ്നം എന്താ, ഇത് നമുക്ക് മറ്റേതിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല. ഏതിന് വേണ്ടിയിട്ട്, നമുക്ക് മറ്റേ ന്യൂമറിക്കൽ ആയിട്ടുള്ള ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ ഇത് എന്ത് ചെയ്യണം, ഇതിനെ അറേ ആക്കിയിട്ട് ആദ്യം മാറ്റണ്ടേ. അറേ ആക്കുമ്പോൾ എന്താ ഗുണം, നമുക്ക് ഓരോ ഇൻഡെക്സ് വെച്ചിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ അറേ ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഡോട്ട് സ്പ്ലിറ്റ്, ഈ സ്പ്ലിറ്റ് എന്ന് പറഞ്ഞാൽ വെറുതെ ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ഇടയിൽ കാണുന്ന ഒരു സ്പേസ് ഇല്ലേ, ആ സ്പേസിന് വെച്ചിട്ടാണ് സ്പ്ലിറ്റ് ആവുക. ഇപ്പോൾ ജസ്റ്റ് ഈ ഭാഗത്ത് നോക്കിക്കോ, ഇപ്പോൾ എയിൽ കറക്റ്റ് ഇങ്ങനെയായിരുന്നു. ഇനിയിപ്പോൾ എയിലേക്ക് തന്നെ നമ്മൾ വീണ്ടും അസൈൻ ചെയ്തു. അപ്പോൾ എങ്ങനെയായി, അറേ രൂപത്തിലായി. അറേ രൂപത്തിൽ ഓരോ ഭാഗത്തും ഓരോ ക്യാരക്ടറായി. അത് 2 എന്ന് പറഞ്ഞൊരു ക്യാരക്ടറായി, മറ്റേ ഇൻഡെക്സ് 1ൽ 3 എന്ന് പറഞ്ഞൊരു ക്യാരക്ടറായി. അങ്ങനെ ഇത്രയും ക്യാരക്ടർ വന്നു. പക്ഷേ ഇനി നമുക്കൊരു കാര്യം കൂടി ഉണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ആഡ് ചെയ്യണമല്ലോ ഓഡ് നമ്പേഴ്സ്. അതിനു മുമ്പ് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ, ഇതൊക്കെ ഓരോ സ്ട്രിങ് ആണ്, നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്യണേക്കാട്ട് മുമ്പ് നമ്മൾ എപ്പോഴും ഇതിനെ ഇൻറ്റിജർ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അത് ഒന്ന് മനസ്സിൽ വയ്ക്കുക. ഇപ്പം ഇനി നമുക്ക് സമ്മ് ചെയ്യാനാണ് വേണ്ടത്. സമ്മ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു വേരിയബിൾ വേണം. ആ വേരിയബിളിനെ നമ്മൾ 0 ആയിട്ട് ഡിക്ലെയർ ചെയ്ത് വെച്ചു. അപ്പോൾ കണ്ടോ, സം ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ട് ഇനീഷ്യലൈസ് ആയി. ഇനി നമ്മൾ ഫോർ ലൂപ്പിൽ ഇട്ടിട്ട് ലെൻ എ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് എത്രയാണോ, ഇപ്പോൾ ഈ ഒരു അറയുടെ ലെങ്ത് എത്രയാ, 6 ആയിരിക്കുക, 7 ആയിരിക്കുക. അപ്പോൾ നമ്മൾ അത്രയും ആ ഒരു ലെങ്ത്താണ് ഇവിടെ വരെ എത്തുക. ആ ലെങ്ത് നമ്മൾ ഇവിടെ കൊടുക്കുക. അതാണ് ഈ ലെൻ എ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഓരോ ഭാഗങ്ങളും ഓരോ ഇൻഡെക്സ് പൊസിഷൻ ഇങ്ങനെ ഇറ്ററേറ്റ് ചെയ്തു. ഫസ്റ്റ് 0ൽ പോകും, പിന്നെ 1ൽ പോകും, പിന്നെ 2ൽ പോകും, 3ൽ പോകും, അങ്ങനെ. അപ്പോൾ ഫസ്റ്റത്തെ ഇത് വരുമ്പോൾ നമ്മൾ എ ഓഫ് ഐ അത് നമ്മൾ ആക്സസ് ചെയ്തിട്ട് അതിനെ ഇൻറ്റിജർ ആക്കണം. എ ഓഫ് ഐനെ ഞാൻ എന്താ പറഞ്ഞത്, എ ഓഫ് ഐ എന്ന് പറയുമ്പോൾ ഈ നമ്പർ, ഈ സാധനം കിട്ടും. ഇത് എന്തായിരുന്നു, സ്ട്രിങ് ആയിരുന്നു. സ്ട്രിങ്ങിനെ നമ്മൾ ഇൻറ്റിജർ ആക്കി കൺവേർട്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് എന്ത് പറ്റുള്ളൂ, ഈ ഡിവിഷൻ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഫോർ ലൂപ്പിൽ കിടന്നു. ഫസ്റ്റത്തെ എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ 2, അത് നമുക്ക് ഇൻറ്റിജർ ആക്കണം. അപ്പോൾ എക്സിൽ വാല്യൂ നോക്കിക്കോ, കണ്ട എക്സിൽ 2 എന്ന് പറഞ്ഞാൽ ആ ഡബിൾ കോഡ്സ് പോയില്ലേ. അപ്പോൾ അത് എന്തായെന്ന് മനസ്സിലാക്കാം, നമുക്ക് ഇൻറ്റിജർ ആയെന്ന് മനസ്സിലാക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്തു, അത് ഡിവൈഡഡ് ബൈ 2 ചെയ്ത് നോക്കി. 2 ചെയ്തിട്ട് റിമൈൻഡർ 0 അല്ല വരണമെന്ന് വെച്ചെങ്കിൽ നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ റിമൈൻഡർ 0 അല്ല വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മളത് ആഡ് ചെയ്തില്ല. കാരണം എന്താ, അത് ഈവൺ നമ്പറാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് ഇറ്ററേഷൻ പോകുമ്പോൾ എന്താ, റിമൈൻഡർ 0 അല്ല വന്നത്. അപ്പോൾ നമുക്ക് എന്താ, അത് ആഡ് ചെയ്യണം. അപ്പോൾ 3 എന്ത് ചെയ്തു, ഇപ്പോഴുള്ള സം എന്താ കറണ്ടിൽ കിടക്കുന്നത് 0 ആണ്. അപ്പോൾ അതിൻ്റെ ഒപ്പം നമ്മൾ എന്ത് ചെയ്തു, 3 ആഡ് ചെയ്തു. 3 ആഡ് ചെയ്തപ്പോൾ സം ഈക്വൽ ടു, ഇപ്പോൾ കറണ്ട് സം എത്രയായി, 3 ആയി. ഇനി അങ്ങനെ എല്ലാ ഓഡ് നമ്പേഴ്സും ഇങ്ങനെ ചെക്ക് ചെയ്തിട്ട് ലാസ്റ്റ് നമുക്ക് ഒരു വാല്യൂ എത്തും 16. ആ 16 ആണ് ഇവിടെ പ്രിന്റ് ചെയ്ത് വരിക. അപ്പോൾ നമുക്ക് ഓഡ് നമ്പേഴ്സിൽ ഏതൊക്കെയാണ്, 3 ഉണ്ട്, 5 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്. അപ്പം മൊത്തം നമുക്ക് എത്ര കിട്ടി, 16.
അതാണ് ബേസിക്കലി നമ്മൾ ഏറ്റവും ആദ്യം ആലോചിക്കേണ്ടത്. ഇൻപുട്ട് മേടിക്കേണ്ടത് എളുപ്പത്തിന് വേണ്ടി സ്ട്രിങ് ആക്കി വാങ്ങുക, എന്നിട്ട് അതിനെ അറേ ആക്കി കൺവേർട്ട് ചെയ്യുക, എന്നിട്ട് നമ്മളൊരു വേരിയബിൾ, അതായത് സമ്മ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരു വേരിയബിൾ വെക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഫോർ ലൂപ്പിൽ ഇട്ട് കൊടുത്തിട്ട് ഓരോ എലമെൻറ്റിനെയും ഇൻറ്റിജർ ആക്കി കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്ത് നോക്കണം. ഇതാണ് ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്. ഓക്കെ.